അല്ല ഇത് കൊടുക്കാ ആ ചങ്ങന്മാരെ എന്തൊക്കെയാ റാത്തല്ല എല്ലാവർക്കും കുറേ സൈഡിൽ കണ്ടിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ. നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ് ഏകദേശം നമുക്ക് എന്താ മാർച്ച് ലാസ്റ്റേക്ക് നമ്മളെ ഭാഗത്തൊക്കെ ഓപ്പൺ ആവുന്ന പറയാം. ഇപ്പോൾ ഏപ്രിൽ 3-ാം തീയതി ആയി തോന്നുന്നു. പക്ഷെ നമ്മളെ കോട്ടക്കൽ ബൈപ്പാസിൽ ഒരു 10 മീറ്ററിൻ്റെ കേസും കൂടി ഉള്ളു കേട്ടോ. അത് മേലച്ചനക്ക് സ്റ്റാർട്ടിങ്ങിൽ ബാക്കി നമ്മൾ പൂക്കിപ്പറമ്പത്തെ ഇവിടെ കക്കാട് വരെ കുളപ്പുറം വരെ ഫുൾ പണി തീർന്നിരിക്കണം. ഏകദേശം നമുക്ക് മാർച്ച് ലാസ്റ്റ് തുറന്നു കൊടുക്കുന്നൊക്കെ പറഞ്ഞിന്. ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഇന്ന് നമ്മളിങ്ങനെ നമ്മൾ കോട്ടക്കൽ മേലച്ചനക്ക് നമ്മൾ കോട്ടക്കലിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മളെ NHMക്ക് അവിടുന്ന് മുതൽ നമ്മൾ പുക്കിയറമ്പ് വരെ ഒന്ന് പോയേക്കാലോ. പിന്നെ എല്ലാവർക്കും നല്ലത് നേർന്നുകൊണ്ട് നമ്മൾ ഇന്നാണ് കടന്നു നോക്കാറ്. ഇന്നത്തെ വിശേഷം ഇതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ കോട്ടക്കൽ ഭാഗത്ത് നമ്മളെ ചെങ്കൊട്ടിക്കിന്റെ രണ്ടുത്താണിന്റെ അടിയിൽ മേലച്ചനക്കൽ ഇവിടുന്നാണ് നമ്മളെ NH66 വന്ന് കയറിന് ആകെ മുട്ടുന്ന സ്ഥലം. ഇപ്പോൾ കോട്ടക്കൽ ഭാഗത്തേക്കൊക്കെ പോണോല് ആ വരുന്ന വണ്ടി കണ്ടില്ല, ഞങ്ങൾ കോട്ടക്കൽ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്ത് കയറുന്നതും മറ്റേ കോഴിക്കോട് ഭാഗത്ത് പോകണമെങ്കിൽ ഇറങ്ങുന്ന സ്ഥലങ്ങളായിട്ട് ജോയിന്റ് കയറാനുള്ളത് ഇറങ്ങാനുള്ളതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അതെന്തരോ നമ്മൾ മറ്റേൻ്റെ നമുക്ക് വലിയ സംഭവമാക്കിയിട്ട് റൗണ്ട് ആകുമ്പോഴത്തൊക്കെ കൊടുത്തിട്ട് വല്ല അടാര പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. ഒരു നെയ്സിൽ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ അരിയിച്ചാണ്ട് കയറുക, അതുപോലെ നെയ്സിലാണ്ട് ഇറങ്ങി പോകുക. അതാണ് ഇപ്പോൾ നമ്മളെ NH66 640 കിലോമീറ്റർ മലപ്പുറം ജില്ലയിൽ കൂടി അതിൻ്റെ അടിയിൽ കൂടി പോകുന്ന അടിയിൽ കൂടിയുള്ള സംഭവമാണ്. പിന്നെ ഇവിടുന്ന് കോട്ടക്കൽ ബൈപ്പാസ് സ്റ്റാർട്ടിങ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ മേലച്ചനക്കലിന് ഇപ്പോൾ ഏകദേശം നമുക്ക് പാലച്ചിറമാട്ട് എടരിക്കോട് നേരെ ഇങ്ങനെ വന്ന് കയറണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള നമ്മൾ 3.25 കിലോമീറ്ററിൽ ആകെ എന്താ പറയുക 10 മീറ്ററും കൂടി പണി ചെയ്യാനുള്ളൂ. എന്താ പറയുക ബാക്കി ഫുള്ള് പണികൾ കഴിഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെടി വരെ നട്ടിക്കണേ, അടുത്ത മാസം പൂക്കും. അത്രയും സൈഡിലെ ഫുള്ള് ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും വായത്തുമ്പോ ഉണ്ടിക്കുമ്പോന്ന് അറിയില്ല. എന്തായാലും ഇവിടെ ബോർഡ് ഇപ്പൊ മൂടി വെച്ചിരിക്കണേ. ഇവിടുന്ന് കുറച്ചായിട്ട് പോയിട്ട് നമ്മളൊരു ഓവർപാസ് ഉണ്ട് ഞങ്ങള്, അത് കണ്ടിട്ടില്ല. അത് നമ്മളെ സർവീസ് റോഡ് കൂടി വന്നിട്ട് കോട്ടയിൽ ഭാഗത്ത് തിരിഞ്ഞ് യൂട്ടേൺ അടിക്കുന്ന സർവീസ് റോഡുമാണ് ഇത്. സർവീസ് റോഡ് ടു സർവീസ് റോഡ്. മറ്റേ NH കേരളമൊക്കെ ഇവിടെ തന്നെയാണ്. എന്തായാലും പേടിക്കണ്ട, ബേജാറാവണ്ട. അപ്പൊ നമുക്ക് അവിടെ മാത്രം കുറച്ച് മറ്റേ എന്താ പറയുക നമ്മളെ കാളാപത്രം ഉണ്ടല്ലോ, ഈ ഔത്തർച്ചി പാറ എന്നൊക്കെ പറയാം നമ്മൾ മലപ്പുറം ജില്ലയിലത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ. അങ്ങനത്തെ ഒരു അള്ളാഹു ദുനിയാവിൽ ഇതുവരെ JCBക്കും ബുക്കസിനും മാന്തിയിട്ട് കിട്ടാത്ത ഒരു പാറയാണ് മക്കളെ. നിങ്ങൾ കണ്ടുകാണാം. സുബ്ഹാനല്ലാഹ്. ഈ ഔത്തർച്ചി പാറ എന്ന് പറയാൻ നമ്മൾ ഔത്തർച്ചി കഷ്ണം ഉണ്ടല്ലോ, മുറിച്ചതേ മരിക്കാൻ നല്ലോ മുറിച്ചേക്ക് എത്ര മേടിയാലും തുറന്നാലും എന്തോ അത് ചെറുതായിട്ട് കിട്ടുള്ളൂ. അത് ഭയങ്കര പ്രശ്നമാണ് ആ പാറ, ഭയങ്കര ടൈറ്റ് പാറതാ. ഇവിടുന്ന് കാണുന്നത് അങ്ങനെ ഒരു 10-15 മീറ്റർ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ഡാറിങ് കഴിഞ്ഞിരിക്കണേ. ഇവിടുന്ന് ആ JCB നിൽക്കണ കണ്ടില്ല ഞങ്ങളെ, JCBന്റെ ആ ഫ്രണ്ട് ഭാഗം വരെ ഒരു സൈഡ് വൺ സൈഡ് കണ്ടങ്ങളെ. ആ വൺ സൈഡില്ല മറ്റേ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന ബുക്രസം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിയിൽ കൂടെ ഇടാൻ മറ്റേ നമ്മളെന്താ പെൻസിൽ കുത്തി പൊട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളെന്താ പറയുക എടരിക്കോട് ഭാഗത്ത് നിന്നിട്ട് വരികയാണെങ്കിൽ പാലച്ചിറമാട് പൂക്കിപ്പറമ്പ് കക്കാടിന്ന് നേരെ അടിച്ച് മിന്നിങ്ങനെ വരികയാണെങ്കിൽ നേരെ നമ്മൾ തിരുവോട്ട് കൊണ്ട് ഇറങ്ങാം. കണ്ടങ്ങളെ പാറ കണ്ടോളി. ഇനിയും 1 മീറ്ററോളം താവാണ്ട്. പക്ഷെ എന്താ പറയുക അവർ പറഞ്ഞിട്ടും കാര്യമില്ല, അമ്മാരി പണിയാണ്, ഒരു രക്ഷയില്ല. രാവും പകലായിട്ട് 340-600 രൂപ നമ്മൾ ഡെയിലി പൊട്ടിയേക്കുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യണേ, നമുക്കൊരു കരിമണി തൂക്കത്തിന്റെ അംശമേ കിട്ടുള്ളൂ. കണ്ടങ്ങളെ ഓരോ വണ്ടിക്ക് ഒരു 300 രൂപയൊക്കെ വെച്ചാൽ കൊണ്ടാളതാണ്. ഈ വിക്രസിന്റെ ഇടയിൽ നിൽക്കുന്ന ഈ സംഭവം മാത്രമേ ഉള്ളൂ നമ്മൾ കോട്ടക്കൽ ബൈപ്പാസിൽ പണി ചെയ്യാനുള്ള ഭാഗം. കണ്ടില്ല ഞങ്ങളെ ആ അമ്മിക്കുട്ടിയൊക്കെ കണ്ടില്ല, ചെറിയ വിക്രസൻ JCB ഇതുവരെ പണി കഴിക്കണം. ഞാൻ പറഞ്ഞില്ല, ഒരു 10-20 മീറ്ററിന്റെ ഉള്ളിൽ മാത്രം. പിന്നെ ഇവിടുന്ന് ആദ്യം നമ്മളെന്താ സീറ്റ് ലൈറ്റിന്റെ ഇപ്പൊ പലയിടത്തും കാരണം സീറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ അതിന്റെ എന്താ തെളിച്ചു നോക്കിയാണ്, വെളിച്ചുണ്ടാന്നൊക്കെ നോക്കിയിരിക്കണം, സാറ്റലൈറ്റ് കത്തുണ്ടാന്നൊക്കെ നോക്കിയിരിക്കണം. ഭയങ്കര സംഭവം അല്ലേ. ടാറ്റ കണ്ടത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ വയനാട് ചുരത്തിന്റെ മേൽപ്പാടി മേൽപ്പടെ പോയിക്കാണ്ട് അടിക്ക് നോക്കണം അതേമാർക്കൊക്കെ ഉണ്ട് തോന്നുന്നു. പക്ഷെ എന്താ ഇവിടെ വരാത്തവർ വന്നിക്കാണ്ട് നോക്കുമ്പോഴാണ് ഇതിനൊക്കെ എന്താ പറയുക ചോരാണോ ഇത് ഇമാര് കുണ്ടിലാണോ ഹൈറ്റിലാന്നൊക്കെ അറിയണമെങ്കിൽ. നമ്മളെന്താ സാധാരണ നമ്മൾ ഇവിടെ വളർന്നവനായതുകൊണ്ട് വലിയ സംഭവമായിട്ട് തോന്നുന്നില്ലെങ്കിലും, പക്ഷെ നമ്മളൊരു മാസത്തിന് ശേഷം 2 മാസത്തിന് ശേഷം ഇങ്ങനെ വീടെടുക്കാൻ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു മാറ്റം തോന്നിട്ടാ. നമ്മളെ എന്താ പറയാ നമ്മളെ ഡിവൈഡറുമ്പോഴൊക്കെ ഫുള്ള് സീബ്ര ലൈന് വരകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. പിന്നെ എന്താ പറയാ നമ്മൾ ലൈറ്റിന്റെ കണക്റ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് അടിക്ക് വെള്ളം വിടുന്ന പരിപാടി ഉണ്ടല്ലോ ഈ സൈഡിൽ കൂടി. അപ്പൊ അതിന് ചെറിയൊരു കണക്ടർ കൊടുക്കാണ്ട് ആ കണക്ടറിന് വേണ്ടി ചെറുതായിട്ട് ചെറിയ സൈഡുകൾ ഇങ്ങനത്തെ വരുന്നിട്ടിരിക്കണം. പിന്നെ നിങ്ങൾ കണ്ടിരിക്കണം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ഉള്ളിച്ചാക്ക് ഉള്ളിത്തൂമ്പ് അങ്ങനത്തെ കുറച്ച് സാധനം ചെടികൾ ഇറക്കിയിട്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പണിക്കാരെ വെച്ചിട്ട് നമ്മളിവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇതിൽ ഈ നമ്മളത് വാരിക്കേട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ചെറിയ കമ്പിമ വരുന്ന ഭാഗത്തിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ നമ്മള് ഉള്ളിത്തൂമ്പിനെ ഉണ്ടെങ്കിലേ ഒരു ചെടി കൊടുന്ന് നട്ടിങ്ങനെ ചാക്ക് ഇട്ടിങ്ങനെ നല്ല ടൈറ്റ് ആക്കിയിട്ട് മണ്ണൊഴിച്ച് പോകാത്ത രീതി ചെയ്തിട്ട് നല്ല കാണാൻ രസമുണ്ടാവും. ആ സർവീസ് റോഡ് പാർത്തുകൊള്ളു. ഈ സർവീസ് റോഡ് ഇവിടുന്ന് മമ്മാലിപ്പടി വരെ സർവീസ് റോഡ് പോകണമെന്നില്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ ബേജാറൊന്നും വേണ്ട. ഇവിടുന്നൊക്കെ നമുക്ക് ഏകദേശം ആണൊക്കെ തൊട്ടിപ്പിടിച്ചും കൊത്തിപ്പിടിച്ചൊക്കെ കയറാം നമ്മളെ റോട്ടുമ്മക്ക്.
നമ്മൾ പണ്ട് പറഞ്ഞാൽ എനിക്ക് വലിയ സംഭവമാണ് ഇതുപോലെ തലയിറങ്ങി വെക്കും ഇതും കൂടി കടന്നുണ്ടെങ്കിൽ കിലോമീറ്ററോളം ഫൈനാണ് ആ സംഭവം ഒന്നും ഇല്ല ഇത് ഭാഗത്ത് അങ്ങനെയൊക്കെ ചുറ്റുമറ്റൊക്കെ കയറി പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇത് ഇന്ന് കുറെ കാലത്ത് വെച്ചാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കോഴിക്കോട് നിന്ന് ഞാൻ തിരിച്ചു വന്നാണ്. പിന്നെ ഞാൻ പിന്നെ ഒരു മാസമായിട്ട് നോമ്പായിട്ട് വീഡിയോയും കാര്യങ്ങളും നിർത്തിയിട്ട് പിന്നെ കുറെ ആൾക്കാർക്ക് അറിയാം നമ്മളിവിടെ എന്തേനും. പക്ഷെ എന്താ പറയുക ഇതിന്റെ ഇടയിൽ നോമ്പിന്റെ ഇടയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു, പണി കുറവായിരുന്നു. പിന്നെ ആൾക്കായിട്ട് നോമ്പിന് കാരണം ഇവിടെ പണിക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഏതായാലും വീട്ടിൽ തന്നെ ഒതുങ്ങി. പിന്നെ ആ ഒരു മാസം നിങ്ങളെ വെറുതെ കേടെത്തിക്കാണ്ട് ഇറങ്ങാറാക്കണ്ടെന്ന് ചോദിച്ചാൽ. പക്ഷെ നിങ്ങൾ ആ സൈഡ് കണ്ട നിങ്ങള് ഡിവൈഡറിന്റെ ഭാഗം ആ സൈഡ് ഫുള്ള് ആ ചെടി വെച്ചിട്ടാ ഉള്ളിത്തൂമ്പ്. സത്യം അത്രയും ലോങ് വെച്ചിട്ട് ഇനി പരിസരത്തിന് ഇതിപ്പോ ഉള്ളിയാണ് ഉണ്ടാവുക. ഇനിയിപ്പോ ഇതുപോലെ വേറെ കോളാമ്പയൊക്കെ കണ്ടങ്ങളെ ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് നമ്മൾ ഇത് ഇറക്കിയിരിക്കുന്നത്. പക്ഷെ ആ കാണുന്ന നമ്മൾ ഒറിജിനൽ സാറ്റലൈറ്റ് നമ്മളെ എന്തെങ്കിലും മെമ്മോറിയൽ 4 ചെക്കന്മാരുടെ ഫുട്ബോൾ കളിക്കുന്നതാണ് ഒരു ഗോളിനും വെച്ചിട്ട്. ഭാരത്തൊക്കെ എന്താ പറയുക നമ്മളിപ്പോ ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഭയങ്കര മഴ കേട്ടോ. മാർച്ച് ഏപ്രിലൊക്കെ മഴ ഇതിക്കാണ്ട് ജൂൺ ജൂലൈയിലൊക്കെ മഴ വെയിലാകാനുള്ള പരിപാടി തോന്നി. നമ്മൾ എന്തൊക്കെ തോന്നുന്നുണ്ട് നമ്മളെ തല തിരിച്ചിട്ടിക്കണോ തോന്നുന്നു കാലവർഷം കാര്യങ്ങളൊക്കെ. എനിക്ക് അങ്ങനെ സംശയം വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ എന്താ ഭാഗത്ത് ഫ്ലൈ ഓവറിന്റെ ഇപ്പൊ ഏകദേശം നമ്മളിങ്ങനെ മമ്മൽപ്പടിക്ക് എങ്ങൾക്ക് എന്താ പറയുക ഇതിന്റെ ഇടയിൽ ഒരു സംഭവം കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കോട്ടയ്ക്ക് തിരൂര് കോട്ടയ്ക്കൽ ഭാഗത്തേക്കൊക്കെ ഇറങ്ങണം, ചെമ്മാട് ഭാഗത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റിക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന ചെറുത്താറുമെന്ന് ഇറങ്ങണം. ചാരി പിടിച്ച് ലെഫ്റ്റിക്ക് നമുക്ക് ഇറങ്ങുന്ന സ്ഥലമുണ്ട്. അതുപോലത്തെ നമുക്ക് എടരിക്കോട് നമ്മളെ തിരൂർ റോട്ടുമൊക്കെ എത്തുമ്പോൾ അവിടുന്ന് നേരെ തൃശ്ശൂർ റോട്ടുമ്പോൾ കോഴിക്കോട് റോട്ടുമ്പോൾ കയറുന്ന സംഭവം ഉണ്ട്. അപ്പൊ 4 യൂട്ടാൻ കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളെ എടരിക്കോട് തിരൂർ റോട്ടുമ്പോൾ തന്നെയാണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് സർക്കിൾ ഇതൊക്കെ എത്തിക്കാണ്ട് പോലീസുകാരൊക്കെ നിർത്തിക്കാണ്ട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം തോന്നാം. ആ കണ്ടങ്ങളെ ഇങ്ങനെ നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വരണമെങ്കിൽ ലെഫ്റ്റ് ചാരി ഇങ്ങനെ പോയാൽ നമ്മൾ തിരു റോഡാണ്. അത് തിരു റോഡ് ഉണ്ടല്ലോ എടരിക്കോട് മമ്മൽപ്പൂരിന്റെ അടിയിൽ സെൻട്രൽ ഭാഗത്തേക്ക് ഇങ്ങനെ ജോയിന്റ് ആയിട്ട് കയറി പോകും. പിന്നെ ഫ്ലൈ ഓവർ തുടങ്ങുന്നതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇങ്ങനെ ചെറിയൊരു മഞ്ഞമ കറുപ്പ് സീബ്രന്ന് ഒന്ന് കവർ മാറ്റി അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് അറിയാം ഫ്ലൈ ഓവറുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ആവണം എന്നുള്ള സംഭവം തിരിച്ചറിയാനുള്ള ഒരു സാധനമാണ്. പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ ബെൻഡുകളും കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ നെയിം ബോർഡുകൾ ഇപ്പൊ വെച്ച് തുടങ്ങിയിരിക്കണേ. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ഫില്ലറിന്റെ മേലെ ആക്കുന്ന ഒരു ആരോ മാർക്ക് ചെറിയ ആരോ നമുക്ക് ചെറിയൊരു 10% ബെൻഡുകൾ കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ നമ്മുടെ റോഡിന്. അപ്പൊ ആ റോഡിനുള്ള സംഭവത്തിനാണ് നമ്മൾ എന്താ പറയാ ചെറിയ ആരോകൾ കാണിച്ചിട്ടുണ്ട്. ഏതല്ലേ സർവീസ് റോഡ് വന്നില്ലേ എടരിക്കോട് റോഡുമൊക്കെ ഇറങ്ങണ സർവീസ് റോഡ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് കയറാവുന്ന ആകണേ തിരൂർ റോഡിൽ നിന്ന് കയറിനുണ്ടങ്ങളെ ആ കയറി പോണ വണ്ടി കണ്ടാ. അത് കോഴിക്കോട് ഭാഗത്തേക്ക് കയറിനെ മെയ് നമ്മളെ തിരു റോഡ്. ഇതാണ് നമ്മളെ മെയ് തിരു റോഡ് കണ്ടെങ്കിൽ ആ പോണ തിരു റോഡ് ടു മമ്മാൽപ്പടി റോഡാണ്. എടരിക്കോട് ടു തിരൂർ ഇല്ല ആ റോഡാണ്. അപ്പൊ അതിന്റെ ജോയിന്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ കണ്ടത്. പിന്നെ ഇവിടെ നാണ്ട് ഏകദേശം ഇപ്പൊ പാലച്ചറമാട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈ ഓവർ വരുന്നത് ഇങ്ങനെ നമ്മൾ ഫ്ലൈ ഓവറിൽ നിന്ന് നേരെ ഇങ്ങനെ ഇറങ്ങി പാലച്ചറമാട് എത്തി. പാലച്ചറമാട് വമ്പ ഫ്ലൈ ഓവറുമൊക്കെയാണ് പിന്നെയും കയറുന്നത്. അറിയാം നമ്മളെ മെയിൻ ആയിട്ട് എടരിക്കോടിന് പാലച്ചറമാടിന്റെ ഇടയിൽ അപകടം എന്ന് പറഞ്ഞാൽ പാലത്തിന്റെ അവിടെ നിന്ന് തീർത്തിട്ട് പമ്പം പാലുണ്ടല്ലോ ആ പാലത്തിന്റെ മുകളിലാണ് ഇപ്പൊ നമ്മൾ ആണ്ടി കയറുന്നത് കേട്ടാ. ഇതുവരെ വർത്താനം പറഞ്ഞ് വന്നത് നമ്മളെ ഇപ്പുറത്തുള്ള ചെറിയ ചെറിയ പാലങ്ങളും തോടായിട്ടും മണ്ണിട്ട് നെറ്റൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയത് കണ്ടല്ലേ. ഇങ്ങനെയൊക്കെ ഓരോ കള്ളിപ്പൂത്തിരി കാത്രിക പൂത്തിരിയൊക്കെ ഇട്ടുണ്ടാവും ഇങ്ങനെ റോഡിൽ നിന്ന് ഇറങ്ങാനും കയറാനും. ഇപ്പൊ നെയ്സിൽ നമ്മളെന്ത് തരാ എല്ലാ നൈസിൽ വന്നിട്ട് വണ്ടി ഉണ്ടാവും നോക്കുക നല്ല നൈസിൽ കയറി പോവാ. എല്ലാവിടെ റൗണ്ട് ആകുമ്പോഴും സീബ്ര ലൈൻ മറ്റേ സംഭവം ഒന്നും ഇല്ല സിഗ്നൽ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമ്മൾ റോട്ടുമ്പോ ഇത്രയും നമുക്ക് എന്തോ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഏപ്രിൽ ഇപ്പൊ തന്നെ ഏകദേശം 3-ാം തീയതി തോന്നുന്നു. 3-ാം തീയതി ആണെങ്കിൽ ഇപ്പൊ ഏകദേശം 15-ാം തീയതി 20-ാം തീയതി കൂടി നമ്മളെ കോട്ടയം ബൈപ്പാസ് ഏകദേശം തുറന്നു കൊടുക്കും. ബേജാറാവണ്ട. ഇവിടെ നാട് കുറച്ച് വരക്കണേയും പെയിന്റിങ്ങിനും കുറച്ച് കാണാം. ഇവിടെ ഇന്ന് വരച്ചതാണ് തോന്നുന്നത് ഈ വെള്ളവൈൻ. ഇതായി നമ്മളെ എടരിക്കോട് അങ്ങാടി പാലച്ചറമാടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിച്ചിരുന്ന ഗോഡൌൺ ആയിട്ട് നമ്മൾ പാലം പൊന്തിന പാടാണ്. ഭാരത്ത് ഇപ്പൊ നമ്മളെ ചെമ്പുകൾ കേന്നാറിന്റെ ചെമ്പ് കുറച്ച് കേടുന്നില്ലേ കുറച്ച് കൊണ്ടുപോയിട്ടതാണ് ഞങ്ങൾ എന്തോരോ അവിടെ കേടുന്ന സംഭവങ്ങൾ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ ഫ്ലേവർ ഉണ്ടെങ്കിൽ പാലച്ചറമാട് ഇവിടെ നമ്മളെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വന്നിക്കാണ്ട് ഒരുപാട് വീടെടുത്തിരുന്ന ഭാഗമാണ്. ഇപ്പൊ കണ്ട ഇവിടെയൊക്കെ പിന്നെ വെള്ളം കൊടുക്കാനുള്ള സാധനം സൈഡിൽ സിമെന്റ് ഇട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വാഹനങ്ങൾ തീർന്നുണ്ട്. ഇവിടെ കുറച്ച് പിന്നെ നമ്മളെന്തോ നടുവില് നമ്മളെ ലൈന് വരക്കണതിന്റെ കുറച്ച് ടീമുണ്ട്. പിന്നെ സൈഡില് എന്താ പറയാ ഡിവൈഡറിന്റെ പെയിന്റിങ്ങിന്റെ ആഗ്രഹങ്ങളെ നൂലട്ടിട്ട് സെന്ററിൽ വരക്കണ്. കണ്ടാകളെ നല്ല രസമുള്ള പരിപാടിയല്ലേ. ഇതിങ്ങനെ തോന്നുമ്പോ എന്താ പറയുക ഒരു 10-50 മീറ്റർ ഒക്കെ ഒരു സൈഡ് വരക്കും. പിന്നെ പിറ്റേന്ന് പിന്നെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് കാണാൻ ഒരു കുറച്ച് 10 മീറ്റർ വരക്കണേ. പിന്നെ ഇപ്പുറത്ത് 10 കിലോമീറ്റർ ലാസ്റ്റ് ഇതൊക്കെ പാടും ജോയിന്റ് ആക്കണ പരിപാടിയാണ് തോന്നുന്നു. ലാസ്റ്റ് ഇത് ആണ്ടുകൊണ്ട് തല തിരിഞ്ഞു തരാതിരുന്നാൽ മതി. ഇവിടുന്ന് കഴിഞ്ഞിട്ട് നമ്മള് ബാച്ചർമാരുടെ അവരുടെ ട്രെയിനിങ് വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നല്ലൊരു അവിടെ ഒരു ഓവർപാസ് ഉണ്ടല്ലോ. ആ ഓവർപാസിന്റെ മുകളില് അവിടെ കുറച്ച് കോൺക്രീറ്റിന്റെ പരിപാടികളുണ്ട്. എന്താ പറയുക സൈഡ് ജോയിന്റിങ് ഒന്നും ക്ലിയർ ആയിട്ടില്ല. അവിടെ കുറച്ച് ഇടിഞ്ഞാടി ചെറിയ പ്രോബ്ലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യണം. ഇതൊക്കെ അതിന്റെ ഇടയ്ക്ക് സീബ്ര ലൈൻ പെയിന്റിങ് ഉണ്ട് കാര്യങ്ങളുണ്ട്.
അപ്പൊ അവരതിന്റെ പണി അടക്കുന്നുണ്ട്. അതൊക്കെ എന്താ ഇപ്പൊ ഓരോ ടീമിന് കൊട്ടേഷൻ കൊടുത്തോണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടുകാരുണ്ട്, രാമന്മാരുണ്ട്, ആരൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. എന്താ പറയുക, ഇപ്പൊ ഇതിന്റെ പെയിന്റിംഗ് പണിയിലൊക്കെ നമ്മൾ മലയാളികളും വരുന്നുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്, തമിഴന്മാരുണ്ട്, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഈ നടുവിൽ ഈ കാല് കുച്ചിടണൊക്കെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ, നമ്മളെ എന്താ പറയുക നിലമ്പൂർ ഇടക്കറ ഈ ഭാഗത്തുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പൊ കൂടുതൽ വരുന്നത്. അപ്പൊ പണ്ട് നമ്മളെ റോഡ് പണിയിൽ ഫുള്ള് നമ്മളെന്താ ബംഗാളിന്ന് വിചാരിച്ചിരുന്നു. ഇപ്പൊ അതല്ല, എല്ലാവരും ഉണ്ട്, എല്ലാ മോഡലും ഉണ്ട്. പിന്നെ നമ്മളെ അതന്നെ പാച്ചറമാട് കഴിഞ്ഞിട്ടുള്ള ഓവർപാസ് ആണ് കാണുന്നത്. ഇവിടെ ഇനി വെള്ളം കണ്ടെടുത്ത് തായക്കോച്ചന ഉണ്ടല്ലോ, തായക്കോച്ചനാണ്. അപ്പോ എന്താ പറയാ, അവിടെ ആ സൈഡില് കോൺക്രീറ്റ് അതിന്റെ ഈ പാലും ഈ ഓവർപാസും ഈ നമ്മളെ ഈ മണ്ണിട്ട് ഭിത്തിയും കൂടി ജോയിന്റ് ആക്കുന്ന ഭാഗങ്ങളുടെ എല്ലാവരുടെ സെൻട്രൽ ഭാഗങ്ങള് അവിടെ കുറച്ച് കോൺക്രീറ്റ് ആളുണ്ട് രണ്ട് സൈഡിൽ. അവിടെ എനിക്ക് തോന്നുന്ന ആദ്യം ചെയ്തത് ഒന്ന് ഇടിഞ്ഞാടിയിന്, പിന്നെ അതിന്റെ ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നീന്. അല്ലെങ്കിൽ ആ സൈഡിൽ ലോറിന്റെ നേരെ ബാക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അവിടെ ആദ്യം ഒന്ന് തുറന്നതിന് ശേഷം ഇപ്പൊ രണ്ടാമത്തെ ചെയ്യണം. ആദ്യത്തെ എന്തോ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്തോ സംഭവിച്ചിരിക്കണ്. അപ്പൊ രണ്ട് സൈഡിലും അതിന്റെ പണിയാണ് നടക്കുന്നത്. വേണ്ട, അത് ആദ്യത്തെ കണ്ട ഞങ്ങൾ ഇടിഞ്ഞാടിക്കേട് ബിണ്ടൊക്കെ വാങ്ങലുണ്ടായിരുന്നു. പിന്നെ കുറെ വെട്ടി പൊളിച്ച് എടുത്തിട്ടവരെയും ഇതിന്റെ അടിയിൽ ബുക്രസം ചെറുതായിട്ടൊരു പാറുണ്ട്. ആ ഡ്രെയിനേജിന്റെ കൊണ്ടുവരണമെങ്കിൽ അവിടെ ചെറിയ പാറുണ്ട്. അയിമ തല്ലൂടി കൊണ്ടിരിക്കണേ. ഇതിപ്പോ നമ്മള് ഇനി താഴെ കോയിച്ചാനിട്ട് മേലെ കോയിച്ചാൽ എന്താ ഇതിങ്ങനെ പട്ടാള ക്യാമ്പിന്റെ ആയിക്കൂടി ഇങ്ങനെ കുറച്ചിങ്ങനെ കടന്നു പോകാം. പക്ഷെ മേലെ ഈ പട്ടാള ക്യാമ്പും കഴിയുന്നൊന്നും ആരും അറിയില്ല. പട്ടാള ക്യാമ്പും കോയിച്ചന്റെ ഭാഗങ്ങളൊന്നും കഴിയുന്നത് വേണ്ട. ഇവിടെ ഏകദേശം രണ്ട് റോഡിന്റെ പണികളും കഴിഞ്ഞത്. സെൻട്രലിന്റെ ഡിവൈഡർ മാത്രമേ പറ്റാനുള്ളൂ. സൈഡിലെ മറ്റേ എന്താ ചെറുതായിട്ട് ഡ്രെയിനേജ് വരുന്നുണ്ട്. ആ ഡ്രെയിനേജിന്റെ മുക്കാ ഭാഗം എത്തിയപ്പോഴാണ് അവിടെ ഒരു പാറ കണ്ടിരിക്കുന്നത്. അപ്പൊ പാറമ്മ കുറച്ച് ആശാന്മാർ കുറച്ച് അടങ്ങാറാവുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ കൂടി ഇവിടെ വേണ്ടകളെ മേലെ നമ്മൾ കോയിച്ചന മേലെ നോക്കുമ്പോ അവിടുത്തെ സർവീസ് റോഡ് ഇതാ അവിടെ ചെറിയ രണ്ട് പണിക്കാരനെ ഏൽപ്പിച്ചിരുന്നല്ലോ. അവിടെ മറ്റേ കോൺക്രീറ്റ് ആയിട്ടുണ്ട് സൈഡ് വാളിന്റെ. അപ്പൊ അതിന്റെ പണികളാണ്. പക്ഷെ എന്താ റോഡും കൂടെ ഒക്കെ നമ്മൾ എന്താ പറയുക 2 മിനിറ്റ് കൊണ്ട് നമുക്ക് അവിടുന്ന് ഏകദേശം നമുക്ക് ഒരു 10 മിനിറ്റോളം വീഡിയോ വന്നപ്പോൾ നമ്മൾ ഇവിടെ എത്തിയില്ല. പണ്ട് ഇത് നമ്മൾ 3 പാർട്ട് വീഡിയോ വരുന്ന ഒരു ഭാഗമായിരുന്നു. ഇത്രയും ഭാഗം വരുമ്പോ തന്നെ അതാണ് അവസ്ഥ. ഇപ്പത്തെ അവസ്ഥ ഒന്നും പറയാൻ പറ്റൂല. അപ്പൊ നമ്മളെ കോയിച്ചന ഭാഗം പട്ടാള ക്യാമ്പിന്റെ ഭാഗത്ത് ആ പള്ളിന്റെ കഴിഞ്ഞ് പട്ടാള ക്യാമ്പിന്റെ ഭാഗത്ത് ഇങ്ങനെ വരികയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ആക്കണേ, സൈഡിൽ ഡിവൈഡറിന്റെ പണി എടുക്കണേ. രണ്ടാളുണ്ട് തോണിയിലേ കൊട്ടി കയറുക, മറ്റുള്ള സാധനം എടുത്തെടുക്കുക, ആനടിച്ചെടുക്കുക. എന്താ രസം അവന്റെ പണിയല്ല ഞാക്കല്ലേ. അവനെ എയർലിങ് എടുക്കാൻ പോയി. അപ്പത്തെ ബുക്രസൻ അതാ ചെറിയൊരു പാറക്കണ്ടം കിട്ടിയിരിക്കുന്നു. അപ്പൊ അതിന്റെ പരിപാടിയിലാണ്. എന്താണോ ചെറിയ തിരക്കിലാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ചൂടും കാലും, പിന്നെ കാലാവസ്ഥയും മോശമാണ്. പിന്നെ നമ്മൾ പെരീത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് മണിക്കൊക്കെ പോയി അതിന് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടാഞ്ഞ്. അപ്പൊ അറിഞ്ഞവർക്കും കാണുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ അറിയാത്തവർക്ക് എന്താ പറയാ, നമ്മൾ സ്ഥിരം ഇടാൻ വയ്യാത്ത നമുക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നോണ്ടല്ല നമ്മൾ നിർത്തി പോയതൊന്നല്ലല്ലോ. നമ്മളതാണ് കൂടുതൽ ഫ്രീ ആവുന്ന ടൈമിൽ നമ്മൾ കൂടുതൽ വീഡിയോ ആയിട്ട് വരും. മറ്റേതെന്താ ഇപ്പൊ നമ്മളിങ്ങനെ വന്നിട്ട് ഇപ്പൊ എവിടെ എത്തിയാലോ നമ്മളെ കോയിച്ചന കണ്ടങ്ങളെ ഓവർപാസ്സാണ് കണ്ടങ്ങളെ. കോയിച്ചന ഓവർപാസിന്റെ അവിടെ എത്തി. അവിടെ കണ്ടങ്ങള് ആ സൈഡില് കണ്ടങ്ങള് ഡിവൈഡറിന്റെ അവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. നമ്മളെ വാരിക്കേടുണ്ടല്ലോ സൈഡത്തെ സർവീസ് റോഡിലെ. അപ്പൊ അതിന് നല്ല അടിപൊളിയായിട്ട് ഭിത്തി കോൺക്രീറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ രണ്ട് സൈഡും ഏകദേശം ഈ സൈഡ് ഇടത്തെ സൈഡ് ഫുള്ള് തീർന്നുണ്ട്. വലത്തെ സൈഡിൽ കുറച്ച് പണികളുണ്ട്. അങ്ങനെ ചില്ലറ പണികളാണ് ഇവിടെയൊക്കെ. ഇന്നിങ്ങനെ അടിച്ചൊരു പൊടിയൊക്കെ തട്ടണൊക്കെ കണ്ടിരുന്നു രാവിലെ തന്നെ. എന്തായാലും ഇവിടെയൊക്കെ എന്താ പറയാ, ഇവിടെയൊക്കെ ഏകദേശം വൃത്തിയാക്കി പൊടിയട്ടിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പെയിന്റിംഗ് ഒക്കെ ഇറങ്ങി ഈ സൈഡ് വേസ്റ്റ് ഫുള്ള് പെറുക്ക ഇറങ്ങിയിരിക്കണേ. അപ്പൊ ഞാൻ ആ വരവ് നേരെ വന്ന് ഇവിടെ വരെ വരുന്നുള്ള മക്കളെ. ഇനി ഇവിടെ നിന്ന് വല്ലാതാണ് പോണില്ല. ഇന്നിങ്ങനെ രാവിലെ ഏതായാലും ലീവ് ആയപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതായത്. പിന്നെ നമ്മളെ സൈഡിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോഴേ നമുക്ക് തന്നെ ഒരു പൂതി ഒരു വീഡിയോ എടുത്താലൊന്ന് ആലോചിച്ച അങ്ങനെ ഇറങ്ങിയതാ. അല്ലെങ്കിൽ നമ്മളെ കമ്പനി കാര്യങ്ങളൊക്കെ സിപ്പിളാൻ കാര്യങ്ങളൊക്കെ കൂട്ടിയാണ് വന്നവരാണ്. തുരപ്പം തുറക്കണ നോക്കി അവിടെ കുറച്ച് ഇടിഞ്ഞടിക്കണം. ചില ഭാഗങ്ങൾ നല്ല എന്താ പറയാ ഈ ചകിടി മണ്ണാട്ടാ. അവിടെ ഇടിനോട് വീണ്ടും അവർ ടൈറ്റിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാപ്പത്തെ കാട്ടുക. അടുത്ത വീഡിയോന്റെ പിന്നെ വരട്ടെ മക്കളെ.